നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സുവിശേഷമൊക്കെ വായിക്കുന്നുണ്ട്, ബൈബിളൊക്കെ വായിക്കുന്നുണ്ട്, ധ്യാനമൊക്കെ കൂടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ലൈഫിൽ നമുക്കത് എത്രമാത്രം എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ലൈഫിൽ എത്രമാത്രം പ്രായോഗികമായിട്ട് ഈ സ്പിരിച്വാലിറ്റി, പ്രയർ ആഫ്റ്റർ പ്രയർ എന്നുള്ള ആധ്യാത്മികതയിൽ നമുക്ക് എത്രമാത്രം വളരുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തിരുമേനി നമുക്ക് പറഞ്ഞു തരുന്നതായ വലിയ ഒരു സന്ദേശം. പരിശുദ്ധ സിംഹാസനത്തിൽ ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിനെ എപ്പോഴും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ എന്ന് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് എതിര് പറയുന്നുവോ അന്ന് എന്നിൽ നിന്ന് നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അംശവസ്ത്രം എന്നിൽ നിന്നും ഉരിയപ്പെട്ടതായിരിക്കും, സ്വാഭാവികമായി ഉരിയപ്പെട്ടതായിരിക്കുമെന്ന് അദ്ദേഹം സോമാനസാലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്രകാരം പരിശുദ്ധ സിംഹാസനത്തോടുള്ളതായ ഭക്തിയും വിധേയത്വവും അവസാന ശ്വാസം വരെ നിലനിർത്തിയ ഒരു പരിശുദ്ധനായിരുന്നു പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് കൊച്ചു തിരുമേനി. സത്യത്തിന്, നീതിക്ക് വിരുദ്ധമായി, ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല എന്ന തിരുമേനിയുടെ രീതിയാണത്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. 2 കേസുകൾ അങ്ങനെ തിരുമേനി ഈ പള്ളിയും കുരിശുപള്ളിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ കയറേണ്ടതായിട്ട് അന്നേരം എല്ലാം അഡ്വക്കേറ്റ്സ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പറയാവൂ, പക്ഷേ സത്യം മാത്രമേ പറയൂ എന്നുള്ളത് തിരുമേനിയുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയാണ്. ഇപ്പോഴൊക്കെ നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ പറയണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കുരിശും തൊട്ടി കിട്ടാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പള്ളി കിട്ടാമെന്ന് വെച്ചാൽ 1 2 നുണയൊക്കെ പറയാം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ നമ്മളിപ്പോൾ കാണുന്നത്. അവിടെയാണ് നമ്മൾ പരിശുദ്ധനായ പരിമല തിരുമേനി വ്യതിരക്തനായിട്ട് കാണുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, സത്യത്തിന്റെ മാർഗത്തിൽ അണുവിട പോലും വ്യതിചലിക്കാതെ അസത്യമാർഗത്തിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെങ്കിൽ വിജയം വരിക്കുവാനായിട്ട് സാധിക്കുമായിരിക്കാം, പലതും നേടുവാനായിട്ട് സാധിക്കുമായിരിക്കാം. അതൊന്നും തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിരുന്നില്ല. സത്യത്തിന്റെ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിച്ച് യേശുവിന്റെ സുവിശേഷത്തെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ ചാലിച്ചെടുത്ത് ലോകത്തിന് മുഴുവൻ മാതൃകയായി തീർന്ന ഒരു പരിശുദ്ധന്റെ ഓർമ്മയാണ് നമ്മൾ ഇവിടെ ഇന്ന് കൊണ്ടാടുന്നത്.